ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്ന ഒരു വയർലെസ് ക്യാമറയാണ്. ഈ 8 ചാനൽ ഡി വി ആറിലേക്ക് 9ാമതായിട്ട് ഞാൻ ഈ ഒരു ക്യാമറ എങ്ങനെയാണ് ആഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അതായത് 8 ചാനലിൻ്റെ ഡി വി ആറിൽ നമുക്കറിയാം 8 ക്യാമറകളാണ് വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതേപോലെ ഒന്നോ രണ്ടോ വയർലെസ് ക്യാമറകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള 8 ചാനൽ ഡി വി ആറിലേക്കോ 60 ചാനൽ ഡി വി ആറിലേക്കോ ഇനി 4 ചാനൽ ഡി വി ആറിലേക്കൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 8 ചാനൽ ഡി വി ആർ എടുത്താലും 10 ക്യാമറ വയ്ക്കാൻ പറ്റും. 2 എണ്ണം വയർലെസ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും IP ക്യാമറ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു ഡി വി ആർ ഒരു 3 വർഷം പഴക്കമുള്ള ഒരു പഴയ ഡി വി ആർ ആണ്. അപ്പോൾ ഇതെടുക്കാനും ഒരു കാരണമുണ്ട്. ഞാനിപ്പോൾ പുതിയൊരു ഡി വി ആർ എടുത്തിട്ട് ഇതേപോലുള്ളൊരു ക്യാമറ നിങ്ങൾ ആഡ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് പുതിയതിൽ മാത്രമാണ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് 3 വർഷം പഴക്കമുള്ള ഈ ഒരു ഡി വി ആർ ഞാൻ എടുക്കാൻ കാരണം. പക്ഷേ ഈ ഒരു ക്യാമറ പുതിയ മോഡൽ ക്യാമറയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്നുള്ള കാര്യമാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതൊരു ടെക്നിക്കൽ കാര്യമാണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് ആരും കാണാൻ വേണ്ടി നോക്കരുത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നേക്കാം. ഞാൻ വളരെ വലിയൊരു കാര്യത്തെ ഷോർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് കാര്യങ്ങളെല്ലാം തന്നെ താഴെ കൊടുത്തേക്കുന്ന കമൻറ്റ് ബോക്സിലേക്ക് എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കാരണം നമ്മൾ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡി വി ആർ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡി വി ആറിൻ്റെ ഡിസ്പ്ലേ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡി വി ആർ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ഒരു എക്സ് വി ആർ ആണ്. എക്സ് വി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഡി വി ആറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസ് ഉള്ള IP ക്യാമറകളെ കൂടെ ആഡ് ചെയ്യാൻ സാധിക്കുന്ന ഡി വി ആറിനെയാണ് ഈ എക്സ് വി ആർ എന്ന് പറയുന്നത്. അതിൻ്റെ ഫേംവെയർ വെർഷനാണ് ഈ 4.0 എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം ഞാനിവിടെ കണക്ട് ചെയ്തേക്കുന്ന ദഹുവയുടെ ഡി വി ആർ ഏത് മോഡലാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. DH-XVR4B08i എന്ന് പറഞ്ഞൊരു ഡി വി ആർ ആണ്. റെക്കോർഡിംഗ് ചാനൽ ഇതിൽ 8 എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഇത് 8 ചാനലിലെ ഡി വി ആർ ആണ്. ഇതിൻ്റെ ഫേംവെയർ വേർഷൻ അല്ലെങ്കിൽ സിസ്റ്റം വേർഷൻ എന്ന് പറഞ്ഞാൽ V4 ആണ്. V4 മീൻസ് വേർഷൻ 4 ആണ് കേട്ടോ. അപ്പോൾ ഇത് ഡി വി ആർ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഇതേപോലെ ഒരു 8 ചാനലായിരിക്കും നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ 8 ക്യാമറകളും വെച്ച് കഴിഞ്ഞാൽ ഇനി 9ാമത്തെ ക്യാമറയും 10ാമത്തെ ക്യാമറയും എങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് അത് എനേബിൾ ചെയ്യും എന്നുള്ളതാണ്. അതായത് ബൈ ഡിഫോൾട്ട് അത് ഡിസേബിൾഡ് ആയിരിക്കും. നമ്മളത് എനേബിൾ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ അടിക്കുക, മെയിൻ മെനുവിൽ വരിക. അവിടെ നിന്ന് ക്യാമറ എന്നുള്ള ഓപ്ഷൻ കണ്ടോ, ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചാനൽ ടൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ചാനൽ ടൈപ്പ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് നമ്മുടെ 8 ചാനലുകൾ കണ്ടോ. ഓട്ടോ എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ 1, 2, 3 എന്ന് പറഞ്ഞാൽ അങ്ങനെ 8 എണ്ണം വരെ കിടപ്പുണ്ട്. 9ാമത്തെയും 10ാമത്തെയും ചാനൽ ആക്ച്വലി ഡിസേബിൾഡ് ആണ്. അപ്പോൾ ഇവിടെ താഴെ ഒരു നോട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ, അനലോഗ് ചാനൽ ക്യാൻ ബി കൺവേർട്ടഡ് ടു ആൻ IP ചാനൽ ആഫ്റ്റർ ഇറ്റ് ഈസ് ഡിസേബിൾഡ്. ചാനൽ കൺവേർഷൻ മസ്റ്റ് സ്റ്റാർട്ട് ഫ്രം ദി ലാസ്റ്റ് അനലോഗ് ചാനൽ. അതായത് ഏറ്റവും അവസാനത്ത് നിന്ന് നമ്മൾ മുകളിലോട്ട് തുടങ്ങണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാനിത് ഈ പറയുന്ന ഈ ടിക്ക് അങ്ങ് ഇടുക. ഇതുണ്ടോ, ഈ ഒരു ടിക്ക് നിങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 9ാമത്തെയും 10ാമത്തെയും ചാനൽ നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് കിട്ടും. എന്നിട്ട് ഇവിടെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്ലൈ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സെറ്റിങ്സ് ആക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഡി വി ആർ ഒന്ന് റീബൂട്ടായി വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് ഓക്കെ അടിക്കുക. ഇപ്പോൾ നമ്മുടെ ഡി വി ആർ ഒന്ന് റീബൂട്ട് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു റീബൂട്ട് ചെയ്ത് വന്നതിന് ശേഷമാണ് ബാക്കി ഇനി നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഡി വി ആർ ഇവിടെ റീബൂട്ടായി വന്നതിന് ശേഷം ഇതുപോലെ നിൽക്കും. അപ്പോൾ നമുക്ക് മെയിൻ മെനുവിലേക്ക് പോകാം. നമ്മുടെ പാറ്റേൺ ലോക്ക് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു ക്യാമറ എന്ന ഓപ്ഷനിലേക്ക് ഇവിടെ വന്നിട്ട് ചാനൽ ടൈപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആക്റ്റീവായിട്ട് ഇവിടെ കിടക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ക്യാമറയെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് അവിടെ നിന്ന് ആഡ് ക്യാമറ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിലിരിക്കുന്ന ആ ഒരു ക്യാമറയെ നമുക്ക് സെർച്ച് ചെയ്യാം. ഇതിവിടെ കണ്ടോ, സെർച്ച് ഡിവൈസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വൈഫൈ ക്യാമറ ഇവിടെ ഇങ്ങനെ സെർച്ചിൽ വരും കണ്ടോ. 192.168.29.10 എന്ന് പറഞ്ഞ രീതിയിൽ വൈഫൈ ക്യാമറ വന്നിട്ടുണ്ട്. അതിൻ്റെ മാനുഫാക്ചർ ദഹുവയാണ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം ഈ 3 പറഞ്ഞ ക്യാമറ, അതായത് IMOU എന്ന് പറഞ്ഞ ക്യാമറ ദഹുവ എന്നുള്ള കമ്പനിയുടെ തന്നെയാണ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡി വി ആർ മാനുഫാക്ചർ ചെയ്തേക്കണ തന്നെ ക്യാമറയാണത്. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഇവിടെ സെർച്ചിൽ വരും. അപ്പം ഞാൻ ഈ സെർച്ചിൽ വരാത്ത ക്യാമറകൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നുള്ള വീഡിയോ ഒക്കെ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അടുത്ത ദിവസം മറ്റേ ഇസ്വിസ് ക്യാമറ നമ്മുടെ C6ഉം അതുപോലെ H8Cയും നമുക്ക് ഇതേപോലെ സെർച്ചിൽ വരില്ല. അതെങ്ങനെയാണ് ഹിക്യൂഷിൻ്റെ ഡി വി ആറിലേക്ക് ആഡ് ചെയ്യണം എന്നുള്ള വീഡിയോ അടുത്ത ദിവസം ഞാൻ ചെയ്യുന്നുണ്ട്. ചാനൽ മെമ്പർ വീഡിയോ ആയിരിക്കും കേട്ടോ.
പിന്നെ ഇതെങ്ങനെയാണ് ഇപ്പോൾ ആഡ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങൾ നോക്കാം. നമ്മുടെ ഈ മെയിൻ മെനുവിലേക്ക് വരിക. നമ്മുടെ ഈ ഒരു NVR അല്ലല്ലോ, നമ്മുടെ ഈ ഒരു DVR ഇപ്പോൾ ഈ നെറ്റ്വർക്കിൽ തന്നെയാണോ കണക്റ്റഡ് ആയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് ഓൺലൈൻ ആയിരിക്കണം അല്ലേ? നമ്മുടെ നെറ്റ്വർക്കിൽ ഓൺലൈൻ ആയിട്ടിരിക്കുക എന്ന് വെച്ചാൽ ഇവിടെ P2P എന്നുള്ള ഈ ഒരു സെറ്റപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റസ് ഓഫ്ലൈൻ എന്ന് കാണാൻ പറ്റും. അതായത് ആദ്യം നമ്മുടെ DVRനെ നമ്മൾ ഓൺലൈനാക്കി മാറ്റണം. ഓൺലൈനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ TCP/IP എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ ഒരു IP, അതായത് നമ്മുടെ NIC ഇവിടെ കാണിക്കുന്നുണ്ട്. അതിലിപ്പോൾ കിടക്കുന്ന IP അഡ്രസ്സ് 20.130 ആണ്. അതായത് 192.168.20.130. പക്ഷേ ഞാനിവിടെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും വന്ന ക്യാമറ വേറെ നെറ്റ്വർക്കിലാണ് കിടക്കുന്നത് കേട്ടോ. 192.168.29.10 എന്നാണ് കിടക്കുന്നത്. അതായത് ഈ മൂന്നാമത്തെ പാർട്ട് ഇത് ഒരേപോലെ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ക്യാമറ ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ കാണുന്നുണ്ട്. അതിനർത്ഥം നമ്മുടെ നെറ്റ്വർക്കിൻ്റെ IP എന്ന് പറഞ്ഞാൽ 192.168.29 റേഞ്ച് നെറ്റ്വർക്ക് ആണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്യാമറയെ DVRനെ കൂടെ ആ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നെറ്റ്വർക്കിലേക്ക് വരിക. ഇവിടെ വന്നിട്ട് ഈ മോഡിഫൈ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ നമ്മുടെ DHCP ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്തിട്ട് അപ്ലൈ അടിക്കുക. അപ്പോൾ നമ്മളോട് ഇവിടെ പറയും DNS ഓപ്ഷൻസ് കൊടുക്കാൻ. DNS ഓപ്ഷൻസ് പലർക്കും പല രീതിയിലായിരിക്കും വരുന്നത്. ഞാനിവിടെ മാനുവലായിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. 8.8.4.4. അതുപോലെ 192.168.29.1 എന്ന് പറഞ്ഞാൽ എൻ്റെ മോഡത്തിൻ്റെ IP ആണ്. അത് ഞാനിവിടെ കൊടുത്തിട്ട് അപ്ലൈ അടിക്കുകയാണ്. ഇനി നമുക്കൊരു അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മോഡത്തിൽ നിന്നൊരു IP നമ്മുടെ ഈ ഒരു DVRന് ഇപ്പോൾ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ DVR ഇപ്പോൾ ഓൺലൈൻ ആവും. അപ്പോൾ ചില ആൾക്കാർക്ക് മോഡം ഈ DNSഉം ആ DHCP സെറ്റപ്പിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ അവരിത് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കേസിനകത്ത് ഞാൻ DNS സെപ്പറേറ്റ് കൊടുക്കുന്ന രീതിയിലാണ് എൻ്റെ മോഡം ഞാൻ കോൺഫിഗർ ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മാനുവലായിട്ട് ഇവിടെ എൻ്റർ ചെയ്തത്. ഇനി നിങ്ങളിത് ബാക്ക് അടിക്കുക. വീണ്ടും നെറ്റ്വർക്ക് സെറ്റപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു IP 29 റേഞ്ചിൽ കിട്ടിയതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാമറയും 29-ലായിരുന്നു നിങ്ങൾ കണ്ടതാണ്. ഇനി P2P എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ DVR ഇപ്പോൾ ഓൺലൈൻ ആയത് കാണാൻ പറ്റും കേട്ടോ. ഓൺലൈനിൽ കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ DVR മൊബൈലിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നു, ഓൺലൈനാണ്. ഇത്രയും ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ? ഇവിടെ വന്നിട്ട് റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് ആഡ് ക്യാമറ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ക്യാമറയെ നമ്മൾ ആഡ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ ക്യാമറ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ DVRഉം നമ്മുടെ ക്യാമറയും ഒരേ നെറ്റ്വർക്കിലാണെന്ന് നമ്മൾ പറയും. കാരണം 192.168.29 എന്ന് തുടങ്ങുന്ന റേഞ്ചിൽ തന്നെയാണ് നമ്മുടെ DVRഉം ക്യാമറയും നിൽക്കുന്നത്. ഇനി ഇവിടെ ഇത് സെലക്ട് ചെയ്ത ശേഷം നമ്മളിവിടെ ആഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ആഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്തായാലും റെഡ് സിഗ്നലിൽ വന്ന് കിടക്കും. കാരണം ഇതിനൊരു പാസ്വേഡ് ഇല്ല. റെഡ് സിഗ്നലിൽ ഞാൻ പറഞ്ഞത് ഇതാണ്, സ്റ്റാറ്റസ് റെഡായിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പാസ്വേഡ്, ക്യാമറയുടെ പാസ്വേഡും കൂടെ ഇവിടെ കൊടുത്തെങ്കിലേ ക്യാമറ എന്ത് ചെയ്യുള്ളൂ? ആക്റ്റീവ് ആവത്തുള്ളൂ. നമ്മുടെ DVRൻ്റെ ഉള്ളിൽ DVR നമ്മൾ കോൺഫിഗർ ചെയ്തപ്പോൾ ഒരു പാസ്വേഡ് നമ്മൾ കൊടുത്തിരുന്നു. ആ പാസ്വേഡ് ആയിരിക്കും ബൈ ഡിഫോൾട്ട് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. നമ്മുടെ DVR ഓട്ടോമാറ്റിക് കൊടുക്കുന്നതാണ് ഈ ഒരു പാസ്വേഡ്. ആക്ച്വലി ഇതല്ല നമ്മുടെ യഥാർത്ഥത്തിലുള്ള ക്യാമറയുടെ പാസ്വേഡ്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള ക്യാമറയുടെ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ അതൊരു വേരിഫിക്കേഷൻ കോഡാണ്. നിങ്ങൾ ക്യാമറയുടെ പുറകിൽ, അതായത് നമ്മുടെ വൈഫൈ ക്യാമറയുടെ പുറകിൽ നോക്കുവാണെങ്കിൽ അവിടെ ഒരു വേരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ വേരിഫിക്കേഷൻ കോഡ് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ തന്നെ കൊടുക്കണം, സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ തന്നെ കൊടുക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് വന്നേക്കണത്. ഞാൻ ആ കോഡ് ക്യാമറയുടെ പുറകിൽ നോക്കിയിട്ട് ഇവിടെ എഴുതി കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ ആ കോഡ് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. അതിനുശേഷം ഞാൻ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്ത ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ തന്നെ സ്റ്റാറ്റസ് ഗ്രീൻ ആയിട്ടുണ്ട്. കണ്ടോ, അതായത് ക്യാമറ ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. ഇതേ കിടക്കുന്നു നമ്മുടെ ക്യാമറ. അതായത് 8 ക്യാമറകൾ നിങ്ങളിവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ അനലോഗ് ക്യാമറ ഒന്നും DVRലേക്ക് കൊടുത്തിട്ടില്ല. നിങ്ങൾ 8 എണ്ണവും കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾക്ക് 9ാമത്തെയും 10ാമത്തെയും ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ സാധിക്കും. കാരണം ഇത് ഇവിടെ കണ്ടോ, 10ാമത്തത് ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ആ ഒരു ക്യാമറ ഇവിടെ ഫുൾ സ്ക്രീനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വൈഫൈ ക്യാമറയാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ തിരിക്കാനൊക്കെ പറ്റും. PTZ കൺട്രോൾ ഫംഗ്ഷൻസ് എല്ലാം തന്നെ വർക്ക് ചെയ്യും. നോക്കിക്കോ, കാണിച്ചു തരാം. ഒരു മിനിറ്റ്. റൈറ്റ് ബട്ടൺ അടിക്കാം, PTZ കൺട്രോൾ എടുക്കാം. ഇത് കണ്ടോ, ഈ ഒരു ക്യാമറയെ നമുക്കിത് ഇതേപോലെ മൂവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന PT ക്യാമറയാണ്, വൈഫൈ ക്യാമറേനെയാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഓഫീസിലാണ് ഉള്ളത്. ഓഫീസിൻ്റെ ആ ഒരു ജനലിലേക്ക് തിരിച്ചാണ് ഞാൻ ഈ ഒരു ക്യാമറയെ വെച്ചിരിക്കുന്നത്. നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ക്യാമറയെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നോ ഇഷ്യൂ. ഉണ്ടോ, എല്ലാം വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ക്യാമറ റെക്കോർഡ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പം നമ്മൾ നമ്മുടെ DVR ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ബാക്ക് ചെയ്ത് നോക്കാം, വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ടോ നോക്കാം. ഇവിടെ റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് സെർച്ച് എന്ന് കൊടുക്കാം. സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും നമുക്ക്. കണ്ടോ, അപ്പോൾ ഇവിടെ ഈ
D1 D2 എന്ന് എഴുതിയേക്കണതാണ് നമ്മുടെ 9ാമത്തെയും 10ാമത്തെയും ചാനലുകൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ A1 A2 A3 A4 എന്നുള്ള ഈ അനലോഗ് ചാനലൊക്കെ ഡീസെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ 1ാമത്തെ IP ക്യാമറ മാത്രം സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ താഴെയായിട്ട് ഇവിടെ കണ്ടോ ഒരു ഗ്രീൻ സിമ്പിൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വീഡിയോ റെക്കോർഡ് ആക്കണം കണ്ടോ. ഇവിടെ കറക്റ്റായിട്ട് ആ വീഡിയോ റെക്കോർഡ് ആകുന്നുണ്ട്. അതായത് നമ്മളിട്ടിരിക്കുന്ന നമ്മുടെ DVRനുള്ളിലിട്ടിരിക്കുന്ന ഹാർഡ് ഡിസ്കിലേക്ക് ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ. ഈ DMSS എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷനാണ് ദഹുവയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ DVRനെ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ നെക്സ്റ്റ് ഒരു 3ാമത്തെ പേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ക്യാമറ ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ ക്യാമറ. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ക്യാമറ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫുൾ സ്ക്രീനിൽ നമുക്ക് ആ ഒരു ക്യാമറയെ മൂവ് ചെയ്യിക്കാം കണ്ടോ. ഈ ഒരു നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഇവിടെയാണ് നമ്മുടെ അടുത്ത ചാനൽ, അതായത് 10ാമത്തെ ചാനൽ നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. ഇത് നമ്മുടെ 9ാമത്തെ ചാനലാണ്. ബാക്കിയുള്ള ക്യാമറ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഇവിടെ നമുക്കിങ്ങനെ വ്യൂ ചെയ്യാൻ സാധിച്ചേനെ. അപ്പോൾ ഒറ്റ വിൻഡോയിൽ തന്നെ നമുക്ക് എല്ലാ ക്യാമറയും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു ക്യാമറ DVRൻ്റെ ഉള്ളിൽ റെക്കോർഡ് ആയോ ഇല്ലയോ നമുക്ക് നോക്കാം. ഇവിടെ പ്ലേ ബാക്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടോ വീഡിയോ പ്ലേ ബാക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. അതായത് ഹാർഡ് ഡിസ്കിൽ വീഡിയോ സേവ് ആയിട്ടുണ്ട് കണ്ടോ. കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കുറേ ഡൗട്ടുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമറ ആഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ക്യാമറ ഡിസ്കണക്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ടോ? ഇനി അങ്ങനെ ഡിസ്കണക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡിസ്കണക്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? കാരണം വൈഫൈ ക്യാമറകളൊക്കെ ചില DVRലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 1ാമത്തെ ദിവസം കാണും, 2ാമത്തെ ദിവസം പോയി നോക്കുമ്പോൾ അത് ഡിസ്കണക്റ്റ് ആയി പോയതായിട്ട് കാണാൻ പറ്റും. അതായത് ഓഫ്ലൈൻ എന്നവിടെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അതിനൊരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കുന്നത്? അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു ക്യാമറ ഒരു സ്മാർട്ട് ക്യാമറ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാമറയിൽ ഒരു മനുഷ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മോഷൻ ഡിറ്റക്ഷൻ അലേർട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഫംഗ്ഷനൊക്കെ നമ്മുടെ ഇപ്പോൾ ഈ ഒരു DVRലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുമോ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ക്യാമറ അല്ല വേറെ ഏതെങ്കിലും ഇസ്ബിസ് ബ്രാൻഡ് ക്യാമറകളൊക്കെയാണ് നമ്മൾ ഇതേപോലെ DVRലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലുള്ള ക്യാമറയിലുള്ള സ്മാർട്ട് ഫംഗ്ഷൻസിനൊക്കെ എന്താണ് സംഭവിക്കുന്നത്? മാത്രമല്ല ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ 4 മെഗാ പിക്സൽ ക്യാമറയാണ്. ഈ ഒരു 4 മെഗാ പിക്സൽ ക്യാമറ മാത്രമാണോ നമുക്ക് ഈ ഒരു DVRൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള 2 മെഗാ പിക്സൽ ക്യാമറയും അല്ലെങ്കിൽ മറ്റ് ഇതിലും കൂടിയ റെസൊല്യൂഷനുള്ള ക്യാമറയൊക്കെ നമുക്ക് ഈ ഒരു DVRലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണോ? അല്ലെങ്കിൽ മാക്സിമം എത്ര ക്യാമറകളാണ് നമുക്ക് ഇതിലേക്ക് ഈ DVRലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നത്? ഇതുപോലുള്ള ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ ഇതിൻ്റെ ചാനൽ നമ്പർ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അതായത് ഒരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത്രയും ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് ജസ്റ്റ് അവരുടെ കയ്യിലുള്ള ഇതേപോലുള്ളൊരു വൈഫൈ ക്യാമറ ഒരു DVRലേക്ക് ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ അവർക്ക് അവരുടെ ആ ഒരു സൊല്യൂഷന് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടുണ്ട്. പക്ഷേ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടത് മിക്കവാറും ടെക്നീഷ്യൻസിനായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ടെക്നോളജിക്കലി എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികൾക്കായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നമ്പർ വീഡിയോ നിങ്ങൾ കാണുക. താഴെ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് തന്നെ ജോയിൻ ഒരു ബട്ടൺ ഉണ്ട്. ആ ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെയുള്ള ഒരുപാട് ടെക്നിക്കൽ വീഡിയോസ് ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നാളെ ഇടാൻ വേണ്ടി പോകുന്ന ഈ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കാണാം. കൂടാതെ തന്നെ നമ്മൾ ഈ ഒരു മാസത്തിൽ തന്നെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലും പല വീഡിയോസ് ഉണ്ടാകും. ഒരു മാസം ഇതേപോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊരു 8 അല്ലെങ്കിൽ 10 വീഡിയോസ് വരെ വെച്ച് ഇടാറുണ്ട് ആ ഒരു പ്ലേലിസ്റ്റിലേക്ക്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റ് ഹിഡൻ ആയിട്ടുള്ള പ്ലേലിസ്റ്റാണ്, പബ്ലിക്കലി വാച്ചബിൾ ആയിരിക്കില്ല. പ്രൈവറ്റ് വീഡിയോസ് ആയതുകൊണ്ട് അതിന് പേയ്മെൻറ്റ് ഉണ്ടാവും. അതിൽ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക, കാണുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.